കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ആനുകൂല്യവും പ്രാതികൂല്യവും നമ്മളെ ബാധിക്കും. അതുപോലെ പ്രകൃതിയോട് അനുകൂലമായിട്ട് നിൽക്കണം എന്നൊക്കെയാണ്. ഇതെല്ലാം ചെയ്താൽ പോലും ഒരു ഈശ്വരാരാധന നടത്തുന്നില്ല എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതിനും ഈ പ്രതികൂലമായ കാലത്തെ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മീനരാശിയിലേക്കാണ് ശനിമാറ്റം എന്നുള്ളത് കൊണ്ട് തൊട്ട് മുന്നത്തെ കണ്ടകശനിക്കാരെയോ അഷ്ടമശനിക്കാരെയോ ഏഴശനിക്കാരെയോ ബാധിച്ച അത്രയും ഒന്നും സന്യാസിമാരൊന്നല്ല നമ്മളുടെ അടുത്ത് വരുന്നത്. ഫാമിലി കുടുംബസ്ഥന്മാരാണ്. അപ്പോൾ കുടുംബസ്ഥന്മാരെ സംബന്ധിച്ച് പാർവതി പരമേശ്വരന്മാരാണ് ഏറ്റവും നല്ല ദമ്പതികൾ, മാതൃകാ ദമ്പതികൾ. ശരി മേഡം, ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഇതുപോലെ വ്യാഴത്തിന്റെ എല്ലാ രാശിക്കാരുടെയും ഫലവും നമ്മൾ ഈ വ്യാഴമാറ്റം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൽ കന്നിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും മകംപൂര് ഉത്രത്തിക്കാലം നമ്മൾ പറഞ്ഞു ചിങ്ങക്കൂറ്. ബാക്കി ഉത്രത്തിന്റെ ബാക്കി ഭാഗവും അത്തം ചിത്തിരയുടെ പകുതി ഭാഗവും ഇത്രയും പേർക്കാണ് ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇതാണ്. ഇനിയിപ്പം ഇതെങ്ങനെ മനസ്സിലാവുക, സാധാരണക്കാരെ സംബന്ധിച്ച് ഇതെങ്ങനെ മനസ്സിലാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ജാതകം എടുക്കുക, ഗ്രഹനിലയുടെ ഭാഗം എടുത്തു വെക്കുക, ഈ താഴെ വലത് സൈഡിലെ മൂലക്കത്തെ രാശിയിൽ മൂലക്കേ കോളത്തിൽ ച എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതാണ് അവരുടെ കൂറ്. ഇങ്ങനെയാണ് പിന്നൊരു മാർഗം മനസ്സിലാക്കാൻ, കൂറ് മനസ്സിലാക്കാനുള്ള മാർഗം. അത് കുറച്ചുകൂടി വിദഗ്ധർക്കല്ലേ അങ്ങനെയും അല്ല ഇത് ജാതകം തുറന്നു കഴിഞ്ഞാൽ ഗ്രഹനില എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും ഒരു ചതുരം വരച്ചിട്ട്, രാശിചക്രം എന്നാണ് പറയുക. ഈ രാശിചക്രത്തിന്റെ ഒരു ചതുരമാണല്ലോ, അതിനാണ് നമ്മൾ ചതുരാകൃതിയിൽ വരയ്ക്കുക. രാശിചക്രം എന്ന് പറയുകയും ചതുരാകൃതിയിൽ നമ്മൾ ഇതിനെ വരയ്ക്കുകയും ചെയ്യും. ചതുരത്തിൽ വരച്ചിട്ട് ചക്രം എന്നാണ് വിളിക്കുന്നത്. കൺസെപ്റ്റ് ചക്രത്തിൻ്റെതാണ്, മനസ്സിലാക്കിയെടുക്കാനാണ് നമ്മൾ ഈ ചതുരത്തിൽ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ചതുരത്തിന്റെ വലത് ഭാഗത്ത് താഴത്തെ രാശിയാണ് കന്നിരാശി. അവിടെ ചായ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ കന്നിക്കൂറാണ്. ഓരോ കൂറിലും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ തന്നെയാണ്. ചന്ദ്രനെ എവിടെയാണോ എഴുതിയിരിക്കുന്നത് അതാണ്. ഇത് മൂലയ്ക്ക് രാശി ആയതുകൊണ്ട് പറയാൻ എളുപ്പമുണ്ട് നമുക്ക്, അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കന്നിക്കൂറിനെ സംബന്ധിച്ച് ഇപ്പൊ 9ലാണ് വ്യാഴം. അവർക്ക് വലിയ മോശമല്ല ഉണ്ടായത്. കഴിഞ്ഞു പോയത് ശനി അനുകൂലമായിരുന്നു, വ്യാഴം അനുകൂലമായിരുന്നു. വ്യാഴം 9ലാണ്. ഇനിയിപ്പം 10ലേക്കാണ് വ്യാഴത്തിന്റെ മാറ്റം. പക്ഷെ അതോടൊപ്പം ശനി മാറി, കുറച്ച് മുന്നേ ശനി മാറി. എങ്കിലും മീനരാശിയിലേക്കാണ് ശനിമാറ്റം എന്നുള്ളത് കൊണ്ട് തൊട്ട് മുന്നത്തെ കണ്ടകശനിക്കാരെയോ അഷ്ടമശനിക്കാരെയോ ഏഴശനിക്കാരെയോ ബാധിച്ച അത്രയും ഒന്നും ശനിദോഷം ഈ ഒരു കാലയളവിൽ ദോഷമായിട്ടുള്ളവർക്ക് ബാധിക്കില്ല, ശനിയുടെ ദോഷം ബാധിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതെന്ന് പറയാൻ കാരണം 30 വർഷം കൂടുമ്പോഴാണ് ഒരു രാശിയിലേക്ക് ശനി വരുന്നത്. പിന്നീട് അത് കറങ്ങി അതേ രാശിയിൽ ഈ ചക്രം പൂർത്തിയാക്കിയിട്ട് അതേ രാശിയിൽ ശനി എത്തണമെങ്കിൽ അടുത്ത 30ാമത്തെ വർഷമേ അത് എത്തുള്ളൂ. അപ്പോൾ ഞാൻ പഠിച്ചിട്ട് 26 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിന് മുന്നത്തെ ശനി ഇവിടെ നിൽക്കുമ്പോൾ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളതിനെ നിരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കുന്നത് വ്യാഴക്ഷേത്രത്തിലുള്ള ശനി വലിയ ഉപദ്രവം ചെയ്യില്ല, ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ, അതുപോലെ തന്നെ വലിയ ലാഭം കൊടുക്കില്ല എന്നല്ലാതെ, വലിയ തുക ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യാതിരിക്കുക എന്നൊക്കെ അല്ലാതെ വലിയതായിട്ട് ഉപദ്രവിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 7ലെ ശനിയാണ്, കണ്ടകശനിയാണ്, വ്യാഴം 10ലെ ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ ഇപ്പം ഭാര്യ വീട്ടുകാരുമായിട്ടോ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് പരിഹരിക്കപ്പെട്ടു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ യാത്രാ വിഷയങ്ങളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ട തൊഴിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എവിടെ ആയിക്കഴിഞ്ഞാലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഈ വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് അതെല്ലാം പരിഹരിക്കപ്പെട്ടു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം വീട്ടുകാരുമായിട്ട്, ഇപ്പം അച്ഛൻ അമ്മ അല്ലെങ്കിൽ അമ്മ വീട്ടുകാരുമായിട്ടൊക്കെ എന്തെങ്കിലും അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല പൊതുവെ, എങ്കിലും അതൊക്കെ കുറച്ചും കൂടി അനുകൂലമായിട്ട് വരും. അവർക്ക് എന്തെങ്കിലും അവിടെ നിന്നൊക്കെ കിട്ടാൻ സ്വത്തുവകകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ്. ചിലപ്പോൾ ഒന്ന് ബലം പിടിക്കേണ്ടി വരും, കാരണം കണ്ടകശനി ഉള്ളത് കൊണ്ട്. അതെ, 1-2 വർത്തമാനമൊക്കെ പറയേണ്ടി വരും, ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും, പക്ഷെ ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വ്യാഴമാറ്റം അവർക്ക് അനുകൂലമാണ്. വ്യാഴമാറ്റം അങ്ങനെയാണ് പറയേണ്ടത്, കണ്ടകശനി നിൽക്കെ തന്നെ. അപ്പോൾ ശനിപ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവർ അനുഷ്ഠിച്ചാൽ, ശനിക്ക് ശിവനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഓരോരുത്തരും അവരവരുടെ കൺസെപ്റ്റിൽ തന്നെയാണ് ഈ പരിഹാരം പറയാറ്. ഇപ്പൊ ചിലര് ഹനുമാൻ സ്വാമിയെ പറയും, ചിലര് ശാസ്താവിനെ പറയും,
അങ്ങനെ ശനിയെ കൊണ്ട് ഇവരെയൊക്കെ പറയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളുടെ അടുത്ത് സന്യാസിമാരൊന്നല്ല നമ്മളുടെ അടുത്ത് വരുന്നത്, ഫാമിലി കുടുംബസ്ഥന്മാരാണ്. അപ്പോൾ കുടുംബസ്ഥന്മാരെ സംബന്ധിച്ച് പാർവതി പരമേശ്വരന്മാരാണ് ഏറ്റവും നല്ല ദമ്പതികൾ, മാതൃകാ ദമ്പതികൾ എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൗഖ്യമാണ് നമ്മളും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശിവപ്രീതികരമായിട്ടുള്ള കാര്യം ചെയ്യാനാണ് ഈ ശനിദോഷത്തിന് ഞാൻ പറയാറ്. അപ്പോൾ ശിവനെ നന്നായിട്ട് ഭജിക്കുക. അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറിയിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഫലത്തെ കിട്ടും. ഈ വ്യാഴത്തിന്റെ ഗുണവും കൂടി വർദ്ധിച്ചു വരും. ഇതാണ് കന്നിക്കൂറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തത് തുലാം. കന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ രാശി തുലാം രാശിയാണ്. തുലാം രാശിയെ സംബന്ധിച്ച് 9ലാണ് വ്യാഴം മാറുന്നത്. 9ലെ വ്യാഴം അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശനിയും അനുകൂലമായിട്ട് തന്നെയാണ്, വ്യാഴവും അനുകൂലമായിട്ടാണ്. പക്ഷെ 3ഉം 6ഉം ഭാവത്തിൻ്റെ ആധിപത്യമാണ് ഈ 9ലെ വ്യാഴത്തിനുള്ളത്. ഇയാൾക്ക് ഭാഗ്യാനുകൂല്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് പല രീതിയിലുള്ള ശത്രുക്കളെ കൊണ്ട് ഒരു പക്ഷേ അതൊക്കെ തടസ്സപ്പെട്ട് വഴിമാറി പോയി എന്നിരിക്കും. അതേപോലെ തന്നെ സാഹസികമായിട്ടുള്ള പലതും ചെയ്തിട്ട്, അതായത് ഗുണപരമായിട്ടുള്ള അനുകൂലമായിട്ട് വരണം എന്ന് വിചാരിച്ച് അധികം ചിന്തിക്കാതെ എടുത്തു ചാടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ട് അത് വികടത്തരമായി മാറാതിരിക്കാനായിട്ട് അസലായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ് തുലാം രാശിക്കാർക്ക്. വേറെ കാര്യമായിട്ടുള്ള കേടുകളൊന്നും ആപത്തുകളൊന്നും പറയാനില്ല. ഇത് മാത്രമേ ഉള്ളൂ, ഉന്നതിക്ക് വേണ്ടിയിട്ട് ഗുണത്തിന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും ആലോചിക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കരുത്. കുറച്ച് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം ഏത് കാര്യവും ചെയ്യാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ തുലാം രാശിക്കാർക്ക്. അടുത്തത് വൃശ്ചികമാണ്. വൃശ്ചികക്കാരെ സംബന്ധിച്ച് കണ്ടകശനി കഴിഞ്ഞു അവർക്ക്. പക്ഷെ വ്യാഴം ഇതുവരെ അനുകൂലമായിരുന്നു, ഇനി അഷ്ടമത്തിലേക്കാണ് വരുന്നത്. ദൈവാധീനം കുറവുള്ള കാലമാണ് ഇനിയത്തേത്. ഇത് കാലത്തിൻ്റെ, അപ്പോൾ ഓരോരുത്തരും ഞാൻ ഈശ്വരാധീനം ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട്, ഞാൻ നാമം ചൊല്ലാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോഴും കാലത്തിൻ്റെതായിട്ടുള്ള ഒരു ആനുകൂല്യവും പ്രാതികൂല്യവും നമ്മളെ ബാധിക്കും, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറയുന്നത് വ്യാഴത്തെ കൊണ്ട് കാലത്തിൻ്റെതായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ദൈവാധീനം കുറച്ച് കുറവുള്ള കാലമാണ് ഇനി വരുന്നത് എന്നുള്ളത് കൊണ്ട് പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ ഈ വ്യാഴത്തെ വെച്ച് പറയുന്ന ഏത് ഫലവും, അതായത് പ്രത്യേകിച്ചും പ്രതികൂലമായിട്ട് പറയുന്ന ഫലം, വ്യാഴം ഒരു സാത്വികമായിട്ടുള്ള ഗ്രഹമാണ്, അത് വല്ലാണ്ട് ഉപദ്രവിക്കില്ല. അപ്പോൾ അതിനെ നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ തട്ടുകേടൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മറ്റേ ശനിയുടെ വെച്ചിട്ട് പറയുന്ന മാതിരിയിലല്ല വ്യാഴത്തെ വെച്ച് പറയുന്നത്. അതായത് വ്യാഴം കുറച്ച് പ്രതികൂലമാണെങ്കിൽ പോലും താൽക്കാലികമായിട്ടുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ പൂർവ്വജന്മത്തിൽ പുണ്യം ചെയ്തിരിക്കുന്നവർ ഇവരുടെ ജാതകം കൂടെ പരിശോധിച്ചാലാണ് നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക. എങ്കിലും ഏതൊക്കെ രീതിയിലായാലും ഈ വ്യാഴത്തിൻ്റെ പ്രാതികൂല്യത്തെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. നന്നായിട്ട് ഈ ഒരു ഈശ്വരഭജനമൊക്കെ ചെയ്താൽ മതി. ഞാൻ പറയാം, നാമം ചൊല്ലണമെന്ന് തന്നെയാണ്. ഓം നമോ നാരായണായ എന്ന് ചൊല്ലു. എത്ര ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു കലികാലമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം, എത്ര പുണ്യം ചെയ്യുന്ന വ്യക്തികളായാൽ പോലും നമ്മൾ ഇപ്പോൾ ഇതുവരെയും ഞാനും എപ്പോഴും പറയാറ്, പുണ്യപ്രവൃത്തികൾ ധാരാളം ചെയ്യണം, അതുപോലെ പ്രകൃതിയോട് അനുകൂലമായിട്ട് നിൽക്കണം എന്നൊക്കെയാണ്. ഇതെല്ലാം ചെയ്താൽ പോലും ഒരു ഈശ്വരാരാധന നടത്തുന്നില്ല എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്നും ഇതിനെ ഈ പ്രതികൂലമായ കാലത്തെ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ വേദനാജനകമായിട്ട് കുറച്ച് സംഗതികൾ ഉണ്ടായിട്ടുണ്ട് പലരുടേതും. അപ്പോൾ അത് കേട്ട് അവർക്ക് നല്ല വ്യക്തിപരമായിട്ട് അവർക്കൊന്നും ഒരു ദോഷവും നമുക്ക് പറയാനുണ്ടാവില്ല. ഒരു കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഭൂരിപക്ഷവും അവർ ദാനം ചെയ്യാനും മറ്റുള്ള പരോപകാരത്തിന് വേണ്ടിയിട്ടും അവരുടെ സമയത്തിൻ്റെ ഭൂരിപക്ഷവും ഒക്കെ അങ്ങനെ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ പ്രതികൂലമായിട്ടുള്ള കാലത്തെ മറികടക്കാൻ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നാമം ചൊല്ലണം. വേറെ ഒന്നും പറയാനില്ല. നാമം ചൊല്ലണം, ക്ഷേത്രദർശനം നടത്തണം. ഒരു നമ്മളുടെ കൺട്രോളിലല്ലാത്ത ഒരു എനർജിയുടെ ഹെൽപ്പ് നമുക്ക് ഉണ്ടാവണം, ഉറപ്പായിട്ടും ഉണ്ടാവണം. എങ്കിലേ പ്രതികൂലമായിട്ടുള്ള കാലത്തിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ. എല്ലാവർക്കും എന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ ജാതകം കൂടെ പരിശോധിച്ചിട്ട് ജാതകത്തിലും ഈ പറയുന്ന വ്യാഴമാറ്റവും പ്രതികൂലമാണെങ്കിൽ ക്ഷേത്രദർശനവും നാമം ചൊല്ലൽ, വിഷ്ണു പ്രത്യേകിച്ചും വ്യാഴത്തെ കൊണ്ട് നമ്മൾ വിഷ്ണുവിനെയാണ് പറയാം. വിഷ്ണു ക്ഷേത്രദർശനവും നാമം ചൊല്ലലും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം, എത്ര പുണ്യപ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും. എങ്കിലാണ് ഇതിനെ മറികടക്കാൻ പറ്റുക. അതെ. നന്ദി മാഡം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ.
നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.